പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ക്ഷേത്രായനം. ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കൂവളം ഇലയാണ്. ധാരാളം പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ എന്തൊക്കെയാലും നമ്മൾ നോക്കിയാണ് നിൽക്കുന്നത്. ചതുപ്പും അതുപോലെ പോച്ചയും ഒക്കെയാണ്. പന്നികളൊക്കെ വന്ന് കുത്തി ഇളക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. പൗരാണികമായ ഒരു ഇരിപ്പിടമുള്ള സ്ഥലമാണ്. എങ്കിൽ തന്നെയും പണ്ട് വനക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു പ്രതിഷ്ഠ, കൽപ്രതിഷ്ഠ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന കെട്ടൊക്കെ ഇപ്പോൾ അടുത്ത സമയത്ത് നാട്ടുകാർ ചേർന്ന് വെച്ചതാണ്. അപ്പോൾ ക്ഷേത്രായനം നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന രീതിയിൽ നമ്മുടെ പരിപാടികൾ എല്ലാവരും കാണുന്നുണ്ട്. അവർക്ക് എന്നൊരു പുതിയ സ്ഥലമാണ് പരിചയപ്പെടുന്നത്. പത്തനാപുരം താലൂക്കിലാണ് പൂങ്കുളഞ്ഞി വാർഡിലെ വലിയ വച്ചക്കാവ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ ഈ കിരാതമൂർത്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ശിവനാണ്. ശിവന്റെ പല ഭാവങ്ങളാണ് കിരാതമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന ഭാഗമാണ്. ഇവിടെ ഒരു കിരാതമൂർത്തി ക്ഷേത്രമുണ്ട്. വളരെ ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ്. നിരവധി വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. പുനരുദ്ധാരണം നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. കാവും അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന കുളം പോലെയുള്ള വെള്ളക്കെട്ടുമൊക്കെയാണ്. ഒരുപാട് നാളുകളായി വനത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്തിരുന്ന ഈ ക്ഷേത്രം അടുത്ത സമയത്ത് പുനരുദ്ധാരണം നടത്തിയൊക്കെയാണ് ഈ രീതിയിലാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ഒരു ആത്മീയതയുടെ പരിവേഷം പകരുന്ന സ്ഥലമാണ്. നമുക്ക് ആ കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ കാഴ്ചകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ തന്നെ പറയുകയാണ്. വായ്മൊഴിയും വരമൊഴിയുമായുള്ള കഥകളാണ് പറയുന്നത്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കിരാതമൂർത്തി ക്ഷേത്രം ഒരു വനസമുച്ചയത്തിന്റെ നടുക്കാണ്. പൗരാണികമായ ഒരു ഇരിപ്പിടമുള്ള സ്ഥലമാണ്. എങ്കിൽ തന്നെയും പണ്ട് വനക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു പ്രതിഷ്ഠ, കൽപ്രതിഷ്ഠ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന കെട്ടൊക്കെ ഇപ്പോൾ അടുത്ത സമയത്ത് നാട്ടുകാർ ചേർന്ന് വെച്ചതാണ്. എന്റെ പിന്നിൽ ദർഫ, അതായത് ഇവിടെ ദർഫ ഇവിടുത്തെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ്. എല്ലാ സ്ഥലങ്ങളിലും ദർഫ വെച്ചുള്ള ഉപയോഗമുണ്ടെങ്കിലും ശിവന്റെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ദർഫ പുല്ലുകൾ, അതുപോലെ തൊട്ടടുത്ത് കൂവളം, നല്ല പ്രകൃതിയുടെ ഒരു സ്വച്ഛന്തമായ അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരുപാട് പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും കണ്ടില്ല. നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ അറിയാം പാമ്പുകളുടെ ഒരു താവളം കൂടിയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാമ്പിന്റെ ഒരു താവളം കൂടിയാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാനെന്നൊക്കെ വന്നപ്പോൾ പറഞ്ഞു. ശരിക്കും നമുക്ക് വന്നപ്പോഴേ അങ്ങനെ ഒരു സംഭവം തോന്നിയതാണ്. ഇന്ന് പ്രത്യേകിച്ചും ലോക പാമ്പ് ദിനമാണ്. ഇവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, പൂങ്കുളഞ്ഞി ചെല്ലപ്പള്ളി വലിയ പച്ചക്കാവ്. അപ്പോൾ അത് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ്. വലിയൊരു ക്ഷേത്രം പണിയാനൊന്നും അല്ലെങ്കിൽ തന്നെയും ഒരു ചെറിയ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ പിരിവൊക്കെ നടത്തുന്നതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിന്റെ വരവ് കണക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം വന്നാലും വളരെ മനോഹരമായിരിക്കും. പക്ഷെ മഴക്കാലത്ത് ഇവിടെ മൊത്തം വെള്ളം കയറും എന്നാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ട് വനവന്യതയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചെറിയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിരാതമൂർത്തിയായ ശിവനാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. വനത്തിന്റെ വന്യതയിൽ പണ്ട് ഈ കാവുകളും അതുപോലെ തന്നെ മരങ്ങളെയൊക്കെ പൂജിക്കുന്ന ഗോത്രവിഭാഗങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും പ്രകൃതിയുടെ വളരെ സൗന്ദര്യമുള്ളൊരു കാഴ്ച ഇവിടെയുണ്ട്. കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിൽ വലിയൊരു കുളം പോലെയുള്ള സ്ഥലമാണ്. ഇത് വനത്തിലേക്ക് പോകുന്ന ഭാഗമാണ്. കുളമാണോ അതുപോലെ പുഴയുടെ ഭാഗമാണോ നമുക്ക് അറിയില്ല. എങ്കിലും ഇഷ്ടം പോലെ മീനുണ്ട്. ധാരാളം മീനുകൾ ഇങ്ങനെ പൊങ്ങിച്ചാടി പോകുന്ന നമ്മൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നല്ല ചതുപ്പാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ചതുപ്പിലേക്ക് ആഴ്ന്നു പോകുന്നതാണ്. ചെളിയുടെ ഒരു മണം തന്നെ നമുക്ക് അടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ഈ ചതുപ്പ് പ്രദേശമൊക്കെ ആയതുകൊണ്ട് പല ജീവജാലങ്ങൾക്കും ഇങ്ങനെ ഏത് ചൂട് സമയത്ത് ഇവിടെ തങ്ങാൻ പറ്റുമെന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേക്കിന്റെ സ്ഥലമാണ് പാമ്പുകളുടെ. അപ്പോൾ ഇന്ന് പാമ്പ് ദിനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പറയാനുണ്ട്. സൗന്ദര്യമുള്ള പാമ്പുകൾ 3000-ൽ പരം പാമ്പുകളുണ്ട് നമുക്ക്. അതിൽ 600ഓളം പാമ്പുകൾക്ക് വിഷമുണ്ട്, 200ഓളം പാമ്പുകൾക്ക് വിഷമില്ല. അപ്പോൾ നമ്മൾ ഈ പാമ്പിനെ കാണാനൊന്നും വന്നതല്ല. ഈ പച്ചയിലെ കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ വന്നപ്പോൾ ആ കാഴ്ചയ്ക്കപ്പുറം മറ്റൊരു കാഴ്ചയും ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനോഹരമായ ഒരു പ്രദേശമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അധിക ദൃശ്യങ്ങളൊന്നുമില്ല, എങ്കിലും ഉള്ള ദൃശ്യങ്ങൾ മനോഹരമാണ്. കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു കൂവളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കൂവളം, നിങ്ങൾക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ ആല് നിൽപ്പുണ്ട്. ആലൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ല ഒരു ശാന്തമായ ഒരു
ആത്മീയത നമ്മളിലേക്ക് കടന്നു വരും. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഇവിടെ ധാരാളം പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമാണെന്ന്. നമ്മൾ നോക്കിയാണ് നിൽക്കുന്നത്, ചതുപ്പും അതുപോലെ പോച്ചയും ഒക്കെയാണ്, പന്നികളൊക്കെ വന്ന് കുത്തി ഇളക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. അപ്പോൾ ഒരു വന്യതയുടെ മേഖലയിലാണ്. ശരിക്കും പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന ഭാഗമാണ്. അങ്ങോട്ട് പാടം വെള്ളം തെറ്റിയിലൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പൂങ്കുളഞ്ഞി എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. മനോഹരമായ ഒരു പശ്ചാത്തലം. അതിലൊന്നാണ് ഈ കിരാതമൂർത്തി ക്ഷേത്രം പച്ചയിലെ. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് കിണറുണ്ട്. കാരണം ഇവിടെ വെള്ളത്തിന് ക്ഷാമമൊന്നും കാണത്തില്ല. പൂജയ്ക്കായി ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ എടുക്കുന്ന അതിനകത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ അതുങ്ങളെ ഇത് കണ്ടുകളയാം. കൊച്ചു തൊടിയൊക്കെ ഇറക്കിയിരിക്കുകയാണ്. അതെ, അടിപൊളി വെള്ളമാണ് കേട്ടോ. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഇത് ഒരിക്കലും പറ്റില്ല എന്നാണ് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞത്. ഏത് വേനൽക്കാലത്തും പറ്റത്തില്ല, കാരണം അപ്പുറത്ത് ഇതുപോലെ ചതുപ്പല്ലേ. അപ്പോൾ നല്ല ഒരു അന്തരീക്ഷം കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഒരു കിരാതമൂർത്തി ഇങ്ങനെ ഈ കാടിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് ഇങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന എന്നാണ്. വൈകിട്ട് വിളക്കൊക്കെ കത്തിക്കാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വായനയൊക്കെ ഉള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അതുപോലെ ആത്മീയതയുടെ നിർവൃത്തിയുടെ കാഴ്ചയാണ്. നമുക്ക് ഇങ്ങനെയുള്ള ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾക്കറിയാത്ത പല ക്ഷേത്രങ്ങളും കാഴ്ചകളും ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായും വന്ന് നമുക്ക് ആ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കൊല്ലം പത്തനാപുരത്തെ പൂങ്കുളഞ്ഞിയിലെ കിരാതമൂർത്തി ക്ഷേത്രം പച്ചയിൽ. അപ്പോൾ ഇവിടെ കിരാതമൂർത്തി ഭാവത്തിൽ ശിവനാണ് ഇരിക്കുന്നത്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത്. ചെറിയൊരു ക്ഷേത്രമാണ് എങ്കിൽ തന്നെയും ആത്മീയത വലുതാണല്ലോ. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കയറാൻ പറ്റുന്ന ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ ചുറ്റുവട്ടവും ഈ ഭാവവുമൊക്കെ. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും പല കഥകളും പറയുന്നുണ്ട്. ഒരു കാലത്ത് ആരും ഇങ്ങോട്ട് വന്നെത്താൻ പോലും മടി കാണിക്കുന്ന ഒരു വനത്തിന്റെ നടുക്കായിരുന്നു ഇതിന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ തറയിലുള്ള പ്രതിഷ്ഠയായിരുന്നു. പിന്നീടാണ് അതിനുശേഷം ചെറിയ ഒരു ഇതുപോലെയുള്ള ഒന്നൊക്കെ നാട്ടുകാർ കെട്ടി ഇവിടെ ആ പ്രതിഷ്ഠ ഇരിക്കുന്ന. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പ്രതിഷ്ഠയായിട്ടില്ല, പുനരുദ്ധാരണം നടത്തി പ്രതിഷ്ഠ വെക്കാനിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാഴ്ചകൾ നമുക്കിതുപോലെ കണ്ടും കേട്ടും വാമൊഴിയും വരമൊഴിയുമായിട്ട് ആളുകൾ പറയുന്ന കാഴ്ചകളാണുള്ളത്. അല്ലാതെ നമുക്ക് ഇതിന്റെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പൂങ്കുളഞ്ഞിയിലെ കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ പോലെ തന്നെ എല്ലാ കാഴ്ചകളും മനോഹരമാണ്. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം വരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പത്തനാപുരത്തെ പൂങ്കുളഞ്ഞിയിലെ വലിയ പച്ചക്കാവ് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടെ വന്നപ്പോൾ കേട്ടു. നിരന്തരമായി നാഗങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നിരവധി പേര് ഇവിടെ ഇറങ്ങാൻ പോലും പേടിക്കുന്നുണ്ടെന്ന് ഇപ്പോഴും പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് ഇവിടേക്ക് എത്തുന്നവർ സൂക്ഷിച്ച് വരണം എന്നുകൂടി പറയുകയാണ്. ധാരാളം പാമ്പുകളുള്ള ചതുപ്പുള്ള ഏരിയയാണ്. ഉരകങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന സ്ഥലമായതിനാൽ എപ്പോഴും അപകടം സംഭവിക്കാം എന്നാണ് അടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നാഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നില്ല, അവരെ ഉപദ്രവിക്കാൻ നമ്മളും എത്തുന്നില്ല. അപ്പോൾ ഈ കിരാതമൂർത്തി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം വരാൻ.